തൃക്കരിപ്പൂർ കോയോങ്കര മലയാള കലാവേദിയുടെ 30ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 1.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളാണ് സംഘാടകർ ആഘോഷഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പ്രവർത്തനപാതയിൽ 3 പതിറ്റാണ്ടിലെത്തിയ തൃക്കരിപ്പൂർ കോയോങ്കരയിലെ മലയാള കലാവേദി 2025 ഡിസംബർ 16 മുതൽ 2026 ജനുവരി 27 വരെ നീണ്ടു നിൽക്കുന്ന കലാസാംസ്കാരിക പരിപാടികളാണ് വാർഷികാഘോഷ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യ ദിനത്തിൽ നടത്തിയ മന്ദരോഗ നിർണയ ക്യാമ്പിൽ 100ഓളം പേർ രജിസ്റ്റർ ചെയ്തു. ജില്ലാ മലേറിയ ഓഫീസർ ഗിരീഷ് കുമാർ ക്യാമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. വളരെ നേരത്തെ തന്നെ ഇതിന്റെ മന്ദരോഗിയായി കാലം അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ തടിക്കുന്നതിന് മുന്നേ തന്നെ വളരെ നേരത്തെ തന്നെ നമുക്ക് രാത്രികാലത്ത് രക്തം പരിശോധിച്ചാൽ ഇതിന്റെ മൈക്രോഫൈലേരിയ എന്ന് പറയുന്ന അണുക്കള നമുക്ക് കിട്ടും. അതൊരു 5, 10, 15 വർഷം എടുത്തതിന് ശേഷമാണ് മന്ദരോഗമായിട്ട് മാറുന്നത്. ചെറിയ ഒരു മൈക്രോഫൈലേരിയ പോലെ വിര പോലെ നമ്മുടെ കൃമിയുടെ ഒരു ചെറിയൊരു ടൈപ്പാണ് കൊതുക്. മന്ദരോഗത്തിലെ ആൾക്കാരെ കുത്തി ആ കൊതുക് നമ്മളെ കുത്തുമ്പോഴാണ് ഇത്തരത്തിലെ രോഗത്തിന്റെ അവസ്ഥ. അത് ഒരു കുത്തുന്നത് കിട്ടൂല, പല തരത്തിലുള്ള ബൈറ്റുണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഇത് വളരെ നേരത്തെ തന്നെ രാത്രി കാലത്താണ് ഇതിന്റെ ഈ മൈക്രോഫൈലേരിയ നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ പുറം ഭാഗത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ രാത്രി കാലത്ത് പരിശോധിക്കുന്നത്. ഇപ്പം പകല് പരിശോധിച്ചാൽ ഇത് കിട്ടൂല. അപ്പോൾ അതിപ്പോ രാത്രി വെച്ച് കഴിഞ്ഞാൽ 8 മണിക്ക് ശേഷം ഒരു 12-1 മണി വരെ ഇതിന്റെ ഈ മൈക്രോഫൈലേരിയ എന്ന് പറയുന്ന നമ്മുടെ രക്തത്തിൽ കാണുന്നത് നമുക്കത് രക്തം കുത്തിയെടുത്ത് നമ്മുടെ കാസർഗോഡ് DVC. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ C പ്രഭാകരൻ അധ്യക്ഷനായി. കൺവീനർ PK വേണു സ്വാഗതം പറഞ്ഞു. K പത്മനാഭൻ, KP ഗീത, പ്രകാശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ലിയാഖത്ത്, ജയറാം, സജീഷ് പണിക്കർ, TV അനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഗൃഹസന്ദർശനം, പുസ്തകപരിചയം, അംഗൻവാടി കലാമേള, വനിതാവേദി, നടനവിസ്മയം, ഫ്യൂഷൻ തിരുവാതിര, സാംസ്കാരിക സമ്മേളനം, കൈകൊട്ടിക്കളി തുടങ്ങിയ പരിപാടികൾ വരും ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.